നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് ബി ജെ പിക്കാണ്. കാലാകാലങ്ങളായി ബി ജെ പിയുടെ വളർച്ചയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാളേറെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൂടുതൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെ ബി ജെ പി വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. ബി ജെ പിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേടിയതിന്റെ ഇരട്ടിയിലധികം വോട്ടും ഇരട്ടിയിലധികം പഞ്ചായത്ത് മെമ്പർമാരെ അടക്കം ചില കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും പിടിക്കുന്നതടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിന് ഒരു മിഷണറി തന്നെയുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ അത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതികളുമായി വളരെ കൃത്യമായ തന്ത്രവുമായാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസ് അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസ് ചിത്രത്തിലില്ലാതെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ അടക്കം നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 30 വർഷമായി LDF ഭരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യവും പ്രതിപക്ഷ സ്ഥാനത്തുള്ളത് ബി ജെ പി തന്നെയാണ്. 35 സീറ്റുമായി ബി ജെ പി കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷ സ്ഥാനത്തെത്തുകയും തിരുവനന്തപുരത്ത് അവരുടെ വളർച്ചയും അവരുടെ ആ വളർച്ചയുടെ വേഗതയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതിനെയും വലതിനെയും ഒക്കെ മാറി മാറി പാർലമെന്റ് നിയമസഭകളിലൊക്കെ പിന്തുണയ്ക്കുന്ന തിരുവനന്തപുരം എപ്പോഴും തദ്ദേശത്തിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് അപ്രസക്തമായി പോകുന്ന കാഴ്ച. 10 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനുണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ 2 വാർഡുകൾ ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. ഡീലിമിറ്റേഷനിലൂടെ അവർക്കുണ്ടായിരുന്ന 10 സീറ്റ് എന്നുള്ളത് 8 സീറ്റായി മാറിയിരിക്കുന്നു. 2 സീറ്റുകൾ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തവണ നേരത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചിത്രം വ്യക്തമാകുന്നത് ആദ്യം തന്നെ കോൺഗ്രസ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കോർപ്പറേഷൻ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതിനെയാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനം നോക്കിയാൽ വളരെ ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനമൊന്നും കോൺഗ്രസ് നടത്തുന്നില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസുകാരുടെ പ്രവർത്തനത്തിന്റെ മികവല്ല പലപ്പോഴും കോൺഗ്രസുകാർക്ക് വോട്ട് നേടിക്കൊടുക്കുന്നത്. പണ്ട് മുതൽ കോൺഗ്രസ് ആയിരുന്ന അടിസ്ഥാനപരമായി കോൺഗ്രസിനെ ഇഷ്ടപ്പെട്ടിരുന്ന ചിലരായിരുന്നു വോട്ട് ചെയ്യുന്നത്. ഏത് ഗ്രൂപ്പ് തർക്കം ഉണ്ടായാലും അങ്ങനെ പോകാത്ത ചില വോട്ടുകൾ കോൺഗ്രസിനുണ്ട്. പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ ക്രമാനുഗതമായ വളർച്ച സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വോട്ട് ബാങ്കുകൾ ഇല്ലാതാവുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിലെ UDF-നും ഒക്കെ ഉണ്ടായിരുന്ന ആ വോട്ട് നില നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പരമ്പരാഗതമായി ഉണ്ടായിരുന്ന വോട്ടുകൾ തന്നെയാണ്. എന്നാൽ ആ പരമ്പരാഗത വോട്ടുകൾ ഇപ്പോൾ മാറി ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടുന്ന കാഴ്ച കാണുകയാണ്. കേന്ദ്രത്തിലെ 10 വർഷത്തെ ബി ജെ പിയുടെ ഭരണവും മികവും അഴിമതിയില്ലായ്മയും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയകാലത്തെ കോൺഗ്രസുകാരും പഴയകാലത്ത് കോൺഗ്രസിനോടൊപ്പം അടിയുറച്ചു നിന്നവരും പുതിയ കുട്ടികളും അടക്കമുള്ളവർ പലരും ഇപ്പോൾ ഓപ്ഷനായി തെരഞ്ഞെടുക്കുന്നതും ബി ജെ പി തന്നെയാണ്. ഇടതുപക്ഷം പോലും നോക്കിക്കാണുന്നത് ബി ജെ പി ആണ്. ഏതായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ആവശ്യമായ ആസൂത്രണവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പൊ നമുക്കറിയാം പല സ്ഥാനാർത്ഥികളും മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇറക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ബി ജെ പിയിലേക്ക് നിരവധി പേർ വരുന്നുണ്ട്. പണ്ടൊക്കെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. 3-4 സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥലത്തു നിന്ന് മത്സരിക്കാനെത്തുന്നു. നമുക്കറിയാം ഏതാണ്ട് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കണക്ക് നോക്കിയാൽ പോലും തിരുവനന്തപുരം മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെയുള്ള സ്ഥലത്ത് ബി ജെ പി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മലപ്പുറത്തും പാലക്കാട് വരെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലപ്പുറത്താണ് അല്പം പ്രശ്നം. മലപ്പുറം കോഴിക്കോടും ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുന്നത്. മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് അല്പം അടിപകർന്നു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി വലിയ തരംഗമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ ഓരോ വളർച്ചയ്ക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തന മികവ് തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം തുടങ്ങി
മുകളിൽ വരെ എത്താനുള്ള കഴിവുള്ള ഒരു കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. വോട്ട് നിലയിലടക്കം വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും പല കോർപ്പറേഷനുകളും പല നഗരസഭകളും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അടക്കം വലിയ രീതിയിൽ BJPയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. തൃശൂർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു നഗരസഭയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരസഭയാണ് പാലക്കാട്. അപ്പൊ അങ്ങനെ പാലക്കാട് നിലവിലും BJP തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് അപ്രസക്തമായി പോകുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് അപ്രസക്തമായതുപോലെ തന്നെ കേരളത്തിലും കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.